നമസ്കാരം. M4 മൊബൈൽ ടെക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പോക്കോ M2 പ്രോനെ കുറിച്ചാണ്. കുറേ പേരായി കമൻറ്റിൽ കൂടെയും അതുപോലെ തന്നെ നേരിട്ടും അല്ലാതെയും ഫേസ്ബുക്കിലൊക്കെ എന്നോട് ചോദിക്കുന്നു ഈ M2 പ്രോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ M2 പ്രോനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പോക്കോൻ്റെ ആണ് ഈ M2 പ്രോ എന്ന് പറയുന്നത്. ഈ പോക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഷവോമിയുടെ ഒരു സബ് ബ്രാൻഡാണ് ഈ പോക്കോ എന്ന് പറയുന്നത്. റെഡ്മി എന്ന് പറയുന്ന പോലെ തന്നെ ഷവോമിയുടെ ഒരു സബ് ബ്രാൻഡാണ് പോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആകെ 3 ഫോണാണ് പോക്കോ നമുക്ക് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റ് മൊബൈൽ എന്ന് പറയുന്നത് പോക്കോ F1 ആണ്. അത് ഒരു ഗംഭീര ഒരു ഹിറ്റായിരുന്നു. മൊബൈലിൻ്റെ ഈ ഒരു ഇടയിൽ ഒരുപാട് മൊബൈലുകൾ ഇറങ്ങിയ സമയത്ത് ഈ പോക്കോ F1 എന്ന മൊബൈൽ ഒരു ഗംഭീര ഒരു ഫോൺ തന്നെയായിരുന്നു, ഹിറ്റായിരുന്നു മാർക്കറ്റിൽ. പക്ഷേ അതിനുശേഷം പോക്കോ X2 എന്നൊരു മോഡൽ അവർ പുറത്തിറക്കി. നല്ല രീതിയിൽ റിവ്യൂകളൊക്കെ വന്ന മൊബൈലാണ്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ ആയിട്ട് കുറച്ച് നെഗറ്റീവ് റിവ്യൂകളും വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു മൊബൈലാണ്. പോക്കോ X2 എന്ന് പറയുന്നതും നല്ല മൊബൈലാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ പോക്കോ ഇറക്കിയ പുതിയൊരു മോഡലാണ് പോക്കോൻ്റെ M2 പ്രോ എന്ന മോഡൽ. ഈ പോക്കോ M2 പ്രോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 9 പ്രോൻ്റെ ഗ്ലോബൽ വേർഷൻ ഉണ്ട്, ഒരു ഇൻ്റർനാഷണൽ വേർഷൻ ഉണ്ട് നോട്ട് 9 പ്രോയ്ക്ക്. ആ സെയിം മോഡലാണ് ഇവിടെ പേര് മാറ്റിയിട്ട് പോക്കോ M2 പ്രോ എന്ന മോഡലിൽ നമുക്ക് ഇന്ത്യക്കകത്ത് വരുന്നത്. അപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോൻ്റെ ഇന്ത്യൻ വേർഷൻ്റെ ഏകദേശം സെയിം തന്നെയാണ് ഈ പോക്കോ M2 പ്രോയ്ക്ക് വരുന്നത്. ബാക്ക് സൈഡിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ 4 ക്യാമറ വരുന്നുണ്ട്, തൊട്ടടിയിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഫുൾ ഗ്ലാസ് ആണ്. ഒരു കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. നല്ലൊരു ഡിസൈനും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൊബൈലാണ് പോക്കോൻ്റെ M2 പ്രോ. ഫിംഗർ പ്രിൻറ്റ് ബാക്ക് സൈഡിലില്ല, ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്ക്രീനിലും അല്ല. ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സൈഡിലാണ് വരുന്നത്. ഡിസ്പ്ലേ ഒരു LED ഡിസ്പ്ലേ അല്ല, ഒരു LCD ഡിസ്പ്ലേ ആണ്, ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഡിസ്പ്ലേ അല്ല അത്. കാരണം ഒരു 60 ഹെർട്സ് മാത്രം ഉള്ളൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന പല മൊബൈലുകളും 90 ഹെർട്സ്, 120 ഹെർട്സ്, 180 ഹെർട്സിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റ് ഒക്കെ വരുന്ന ഡിസ്പ്ലേകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കുഴപ്പമില്ല, എങ്കിൽ കൂടി ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ മൊബൈൽ കുറച്ച് വലിയ മൊബൈലാട്ടോ, 6.6 ഇഞ്ചിൻ്റെ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. കുറച്ച് വലിയ മൊബൈലാണ് വരുന്നത്. ഈ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ പോലെ തന്നെ സെൻറ്ററിലാണ് ഇതിൻ്റെ ക്യാമറയും വരുന്നത്, സ്ക്രീനകത്ത് തന്നെയാണ് വരുന്നത്. വലിയ ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട് ഈ മൊബൈലിന്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 209 ഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയറിയാം, 209 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി മൊബൈലാണ്. നമുക്ക് ഒരുപാട് നേരം ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് നേരം മൊബൈൽ ഇങ്ങനെ വൺ ഹാൻഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് വിരലിനൊക്കെ കുറച്ച് സ്ട്രെസ് ഉള്ള ടൈപ്പ് ആയിരിക്കും. കാരണം അതിനകത്ത് 209 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. എനിക്കിത് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് 2 വേരിയൻറ്റിലാണ്, 4GB 64, അതുപോലെ തന്നെ 6GB റാം 128GB ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫോണിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിലും ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് പ്രൈസിങ് ആണ്. ഇതിൻ്റെ ക്യാമറ കാറ്റഗറിക്ക് നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 5 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ വീതമാണ് വരുന്നത്. ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, നല്ല 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതിൽ 23 വാട്ട്സിൻ്റെ റെഡ്മിയുടെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്, നല്ല ക്യാമറ ആയിരിക്കും. 16 MB ഈ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ തന്നെ ആയിരിക്കും. അതിനകത്ത് 512 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിനകത്ത് വരുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും സെപ്പറേറ്റ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനകത്ത് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണ് പ്രോസസ്സർ. അത് 720G എന്ന പ്രോസസ്സറാണ്. റെഡ്മി നോട്ട് 9 പ്രോയിൽ വന്നിരുന്ന സെയിം പ്രോസസ്സർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 720G എന്ന പ്രോസസ്സർ. ആൻഡ്രോയിഡ് 10 ഇത് വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ റെഡ്മിയിലെ തന്നെ OS ആയ MIUI 11 ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു മിഡ് റേഞ്ച് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊബൈലാണ്. പോക്കോടെ തന്നെ എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടി റേറ്റ് കുറച്ച് ഇറക്കിയ ഒരു മോഡലായിരിക്കും പോക്കോ M2 പ്രോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ഒരു അൺബോക്സിങ് വീഡിയോയും ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒരു പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ മൊബൈലല്ലാതെ മറ്റേതെങ്കിലും മൊബൈലിനെ കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റിന് റിപ്ലൈയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.